കുറച്ച് ദിവസത്തേക്ക് പെട്രോളും ഡീസലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ നാട് അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാകും. നാം വിചാരിക്കുന്നത് പോലെ നമ്മുടെ വാഹനം ഓടാതിരിക്കുക മാത്രമല്ല ചെയ്യുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ചാലകശക്തിയാണ് പെട്രോളും ഡീസലും. ഏതാനും ദിവസങ്ങൾ ഇവയുടെ ലഭ്യത ഇല്ലാതായാൽ അത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും അതിരൂക്ഷമായി ബാധിക്കും. ഇന്ധനക്ഷാമം ഉണ്ടായാൽ ഉടൻ തന്നെ റോഡുകൾ വിജനമാകും. സ്വകാര്യ വാഹനങ്ങൾക്കും ബസ്സുകൾക്കും പുറത്തിറങ്ങാൻ കഴിയില്ല. ഇതോടെ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും പോകാൻ കഴിയാതെ ജനജീവിതം സ്തംഭിക്കും. KSRTC ഉൾപ്പെടെ പൊതുഗതാഗത സംവിധാനങ്ങൾ നിലയ്ക്കുന്നത് സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാഴ്ത്തുക. കേരളം പോലുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനം ഭക്ഷണ സാധനങ്ങൾക്കായി അയൽ സംസ്ഥാനങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും എത്തിക്കുന്ന ലോറികൾ വഴിയിൽ കുടുങ്ങുന്നതോടെ വിപണിയിൽ സാധനങ്ങൾക്ക് വൻ ക്ഷാമം അനുഭവപ്പെടും. ഉള്ള സാധനങ്ങൾക്ക് അമിതമായി വില നൽകേണ്ടി വരികയും കരിഞ്ചന്ത സജീവമാവുകയും ചെയ്യും. കൃഷി മേഖലയെയും ഇത് ബാധിക്കും. ട്രാക്ടറുകൾ, വെള്ളം പമ്പ് ചെയ്യുന്ന യന്ത്രങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കാൻ ഡീസൽ ആവശ്യമാണ്. ഡീസൽ ഇല്ലെങ്കിൽ കൃഷി പ്രവർത്തനങ്ങൾ വൈകാനും ഉൽപ്പാദനം കുറയാനും സാധ്യതയുണ്ട്. ഏറ്റവും ഭയാനകമായ അവസ്ഥ ആരോഗ്യരംഗത്തായിരിക്കും. ആംബുലൻസുകൾക്ക് ഓടാൻ ഇന്ധനമില്ലാതെ വരുന്നത് അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികളുടെ ജീവൻ അപകടത്തിലാക്കും. കൂടാതെ വൈദ്യുതി തടസ്സമുണ്ടായാൽ ആശുപത്രികളിലെ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ ഇന്ധനമില്ലാത്തത് വെന്റിലേറ്ററുകളുടെയും ശസ്ത്രക്രിയകളുടെയും പ്രവർത്തനത്തെ ബാധിക്കും. നിർമ്മാണ മേഖലയും ചെറുകിട വ്യവസായങ്ങളും ഇന്ധനമില്ലാതെ പൂട്ടേണ്ടി വരും. ഇത് തൊഴിലാളികളുടെ വരുമാനത്തെ ബാധിക്കും. സാധനങ്ങൾക്കായി ജനങ്ങൾ പരിഭ്രാന്തരായി പരക്കം പായുന്നതും ഇന്ധന പമ്പുകൾക്ക് മുന്നിലെ സംഘർഷങ്ങളും ക്രമസമാധാന നില തകരാൻ കാരണമായേക്കാം. ഇതിനാൽ പെട്രോളും ഡീസലും ഇല്ലാതെ നമ്മുടെ സമൂഹത്തിന്റെ സാധാരണ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാകും. അതുകൊണ്ട് ഈ ഇന്ധനങ്ങൾ നാം സൂക്ഷിച്ച് ഉപയോഗിക്കുകയും പകരം ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ലോകം ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.